രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിരിക്കുകയാണ്. 3.16 പെട്രോളിനും 3.17 ഡീസലിന് ഇപ്പോഴത്തെ വില വർദ്ധിച്ചത്. ഇത് സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എല്ലാ സാധനങ്ങൾക്കും വില കൂടും, അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും നമ്മളെന്താ പറയുക, ദാരിദ്ര്യത്തിലേക്ക് തന്നെയാണ് പോവുക. അത് സ്വാഭാവികമായിട്ടും അതൊരു ഫാക്റ്റാണ്. അപ്പോൾ എങ്ങോട്ട് പോകുന്ന അറിയില്ല. വില കൂട്ടുന്നുണ്ട്, പക്ഷേ നമ്മളെ കാര്യത്തിൽ ആരും ഒരു ഇടപെടുന്നില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും 10 റുപ്യ കൂട്ടണമെങ്കിൽ നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് പരാതിയാണ്. നേരെ ആർട്ടിഫിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കും, അതിന് നല്ല സംഖ്യ ഫൈൻ വരും. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കാൻ വേണം. അപ്പോൾ നമുക്ക് പൈസ കൂട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും ഓരോ സ്വന്തം ഇഷ്ടത്തിന്. ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ ഇപ്പോൾ 50 റുപ്യ ചോറിന് 70 റുപ്യ കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് കൂട്ടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കൂട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ കൂട്ടണം. ഡീസലിനും പെട്രോളിനൊക്കെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ സാധാരണക്കാർക്കാണ് പ്രശ്നം. ദിവസേന ഓരോ കാര്യങ്ങൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഡീസലിനും പെട്രോളിനൊക്കെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ബസ് ചാർജ് കൂടും, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടും. അതൊക്കെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് പ്രയാസമായിട്ട് മാറും. ടോട്ടലി വണ്ടി ആശ്രയിക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയല്ലേ. കാരണം ഞാനും അടക്കം എല്ലാ വണ്ടികളും യൂസ് ചെയ്യണതാണ്. നമുക്കൊക്കെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ നോർമൽ റേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഈ വണ്ടിക്കാർ ബസ്സുകാർ ഒരു റേറ്റ് കൂടുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്കും ഡീസലും പെട്രോളിനും ഓൾറെഡി അവരും പേ ചെയ്യണമല്ലോ. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, റേറ്റ് കൂട്ടും. അപ്പോൾ സാധാരണക്കാർക്ക് അത് ബുദ്ധിമുട്ട്. ഇത് വണ്ടികളെ ആശ്രയിച്ച് പോകുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. താളം തെറ്റും. കാരണം ഒരു വീട്ടിൽ 4-5 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഡെയിലി ട്രാവൽ ചെയ്യേണ്ട ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ എത്ര എമൗണ്ട് ഡെയിലി ചെയ്യണ്ടേ. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ബാധിക്കാന്നല്ല, നല്ലോണം ബാധിക്കും. എല്ലാവർക്കും ബാധിക്കും, ചെറുമട്ടത്തിലൊന്നുമല്ല. കുടുംബ ബജറ്റിനൊക്കെ ഇത് ബാധിക്കുമോ. എല്ലാവരും നമുക്ക് ഭക്ഷണ സാധനത്തിനൊക്കെ വില കൂടുതലല്ലേ. ഇതിപ്പോൾ പെട്രോളിനും കയറിയാൽ തന്നെ ആകെ എല്ലാറ്റിനും വില കൂടൂലേ. ഒന്നിനും രണ്ടിനൊന്നല്ല, എല്ലാറ്റിനും കൂടും. എല്ലാം കൂടും. കാരണം വെച്ചാൽ പെട്രോളിന് വില കൂടി കഴിഞ്ഞപ്പോൾ ഇത് വണ്ടിക്ക് പിന്നെ വാടക കൂടും. അപ്പോൾ അതിനനുസരിച്ച് സാധനങ്ങൾക്ക് എല്ലാറ്റിനും പച്ചക്കറി നിത്യോപയോഗ സാധനങ്ങൾക്കാണ് നമ്മളെപ്പോലത്തേക്കാണ് ഈ അടിവ് വരുന്നത്. പിന്നെ മറ്റുള്ളവർക്കല്ല. പെട്രോൾ പമ്പിൻ്റെ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊരു മാർജിൻ ഉണ്ട്. അതിൽ മാർജിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര ലാഭം വരുന്ന രീതിയിൽ. ഇപ്പോൾ ഈ റേറ്റ് വർധനവിൽ ഇപ്പോൾ കുറേ നമുക്ക് ഈ ടാക്സ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ കൂടിയും നമുക്കിതിൽ വലിയ ലാഭം വരുന്നില്ല. പിന്നെ നാട്ടുകാരുടെ കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പരിതാപകരം തന്നെ. കാരണം ഇപ്പോൾ ഗ്യാസിനും ഇതേപോലെ ഭയങ്കര രീതിയിൽ വില കൂടിയവർക്കാണ്. അതിപ്പോൾ ഈ പെട്രോൾ മേഖലയിൽ കൂടി ബാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം, ഈ മറ്റേ ഭക്ഷണം കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഓൾറെഡി ഹോട്ടലുകൾക്ക് വില കൂടിയിട്ടുണ്ട്. അതുകൂടാതെ ഇനിയിപ്പോൾ പെട്രോളും കൂടി വില വർദ്ധിച്ച എല്ലാ സാധനങ്ങൾക്കും വില കൂടും. നല്ലോണം ബാധിക്കും. അല്ല ഇപ്പം എന്താ, നമ്മൾക്കിപ്പോൾ ഇത് വില കൂടുകയാണെങ്കിൽ ഇപ്പോൾ വാടക കൂട്ടും. അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും അത് ബാധിക്കും. വണ്ടി കയറുന്ന ആൾക്കാർക്കും എല്ലാതും ബുദ്ധിമുട്ടാക്കാരം. അപ്പോൾ 10 റുപ്യൊക്കെ കൂടിയാലിപ്പോൾ ഞങ്ങളിപ്പോൾ 30 റുപ്യൊക്കെ ഓടുന്നത് ഞങ്ങൾക്ക് 30 റുപ്യൊക്കെ ഓടിയാൽ മുതലാവില്ലല്ലോ. അതിനേക്കാരം വരാൻ പോണത്. എല്ലാവരും ബാധിക്കും. ഇത് ഓട്ടോക്കാരെ മാത്രമല്ല, എല്ലാവരെയും ബാധിക്കും. എന്താ വെച്ചാൽ വാഹനം ഓടിച്ച് കഴിയുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ജനജീവിതത്തെ ബാധിക്കും. കാരണം അത് പിന്നെ മൊത്തത്തിൽ കച്ചവടങ്ങളെയും ഒക്കെ ബാധിക്കും. അത് വിലക്കയറ്റത്തിന് കാരണമാവും. അല്ലെങ്കിൽ വിലക്കയറ്റം കൂടുതലാണ്, കൂട്ടും. അങ്ങനെ ജനങ്ങളെല്ലാവരും ബാധിക്കും. വാഹനമുള്ളവരെ മാത്രമല്ല, വാഹനം ഇല്ലാത്ത എല്ലാവിധ ആളുകളെ അത് ബാധിക്കും. പെട്രോളിനും ഡീസലിന് വില കൂടിയാൽ ഞങ്ങൾക്കൊരു ക്ഷീണം തന്നെ നേരം. ഞങ്ങൾക്കൊരു ക്ഷീണമല്ല ഇല്ലേ, ഞങ്ങൾക്ക് നല്ലൊരു ക്ഷീണമാണ്. മുതലാളിമാർക്ക് അതിലേറെ വലിയൊരു ക്ഷീണമായിരിക്കും ഇത്. അപ്പോൾ വളരെ നഷ്ടത്തിലാവും. ഇപ്പോൾ ബ്ലോക്കും കാരണമായിട്ട് വണ്ടികൾ കുറേ ചാല് കട്ടായി, ഞങ്ങൾക്ക് ഓടാൻ കഴിയണില്ല. അതുകൊണ്ട് ഭയങ്കര ക്ഷീണം ചെയ്യും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പെട്രോളിനും ഡീസലിനും വില കൂടിയാൽ ഈ കാണുന്ന പ്രസ്ഥാനങ്ങൾ, ബസ്സുകളൊക്കെ ഒരു ഭാഗത്ത് സൈഡാക്കിടേണ്ടി വരും. അല്ലാപ്പോൾ ഇത് എന്നും ഓടുന്ന ഒരേ റൂട്ടിലാണല്ലോ, എന്നും ഓടുന്ന ഒരേ പൈസക്ക് ഓടുന്നത്. നമ്മൾക്ക് പൈസയിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ബസ്സുകളൊക്കെ സൈഡാക്കിടേണ്ടി വരും. ടാക്സി വാഹനങ്ങളൊക്കെ സൈഡാക്കിടേണ്ടി വരും. അല്ലാതെ ഓടിയിട്ട് ഇതിൻ്റെ ആളുകൾക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ? ഒരു ലാഭം ഉണ്ടാവില്ല. അപ്പോൾ അതിന് 3 രൂപ കൂടുതലാണ്. ഇപ്പം ഒന്നും കൂടുണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടാണ്. ബസ്സിനെ സംബന്ധിച്ച് നല്ല അടിയാണ് ബസ്സിന്. കാരണം ബസ് 70-80 ലിറ്റർ ഡീസൽ അടിക്കണ്ടല്ലേ. അവർ സംഖ്യ നഷ്ടപ്പെടില്ല മലയാളിമാർക്ക്. പിന്നെ ഇപ്പോൾ പൊതുവേ ബസ്സിൽ കളക്ഷനും കുറവാണ്, ആളും ഇല്ല, സ്കൂളൊക്കെ ഇല്ലാത്തതുകൊണ്ട് അതും
എല്ലാം കൂടെ നഷ്ടമാണ്. ബസ്സിൻ്റെ സർവീസിന് ഇപ്പോൾ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വരുമാനത്തിന് ബാധിക്കും. പിന്നെ അതുമാതിരി വാടക കൂട്ടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂല. ഡെയിലി ഇപ്പോൾ ഇന്ന് അടിച്ച വിലയാവില്ല നാളെ വരുമ്പോൾ. ഇങ്ങനെ ദിനം പ്രതി ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ആരും ഇപ്പോൾ നോക്കണമെന്നില്ല. വരുമ്പോൾ ഫുള്ളാക്കുക പോവുക. നമ്മളെ പോക്കറ്റിൽ കിട്ടുന്ന കായ് കമ്മിയായി വരും. ചാർജ് കൂടുതൽ അനിവാര്യമാണ്. അല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കൂല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പെരുന്തമണ്ണ ഇപ്പോൾ ജൂബിലി റോഡ് അടച്ച കാരണേ ഭയങ്കര ട്രാഫിക് ജാമാണ് ഇപ്പോൾ. അതുകൊണ്ട് വണ്ടി ഉച്ചയ്ക്ക് വീട്ടിൽ പോക്കാണ്. ഉച്ചയ്ക്ക് ശേഷം ഓടലില്ല. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം.